നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വന്യജീവി അക്രമങ്ങൾ തന്നെയാണ്. വന്യജീവി മനുഷ്യനെ കൊന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് മാനന്തവാടിയിൽ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണത്തിന് ഒരു കടുവ കാരണമായി. അതിനെ വെടിവെച്ച് കൊല്ലണോ കൊല്ലണ്ടേ എന്ന് പറയുന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. ഒടുവിൽ വനമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു അതിനെ വെടിവെച്ച് കൊല്ലാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ഇങ്ങനെ പോരാട്ടങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നു? ഇവിടെ നമുക്കറിയാം വന്യജീവി വനത്തിന് ഒരു വകുപ്പ് തന്നെയുണ്ട് എന്ന് നമുക്കറിയാം. അത് AK ശശീന്ദ്രനെ പോലെയുള്ള NCPയുടെ ഒരു നേതാവ് തന്നെയാണത് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ വകുപ്പ് നോക്കുന്നത്, ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കടിച്ചു തൂങ്ങുന്ന തൂങ്ങൽ എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു നീക്കം പോലും ഉണ്ടാകാത്തത് കൊടിയ വിമർശനത്തിന് ഇടയാകുന്നുണ്ട്. നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്. പക്ഷേ NCP അല്ല ബാധിക്കുക എന്നെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തിരിച്ചറിയാതെ പോകുന്നത്? ഇത് ബാധിക്കുക സർക്കാരിനെ മൊത്തത്തിലാണ് ബാധിക്കുക. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഒരു വലിയ വിഭാഗം വനം വകുപ്പിനെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഒന്നും തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആനയിറങ്ങി നാട്ടുകാരെ ചവിട്ടിക്കൊല്ലുന്നു. നിലമ്പൂര് പോലെയുള്ള ഒരു പ്രദേശത്ത് അല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ ഇത് വലിയ കാര്യക്ഷമമായ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. വന്യജീവി ആക്രമങ്ങൾ വളരെ രൂക്ഷമാണ്. ഇത്രയും രൂക്ഷമായ അക്രമങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന സർക്കാർ എന്തുകൊണ്ട് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണമായി മാറും. ഇവിടെ ഒന്നാമത് തന്നെ പല വിഷയങ്ങൾ കൊണ്ട് ഒരു സർക്കാർ വിരുദ്ധ നീക്കം അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ വളർത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പ്രതിപക്ഷം എന്നുള്ളത് നമുക്കറിയാം. ഏതൊരു കേസിലും സർക്കാർ വിരുദ്ധത ഉണ്ടാക്കിയെടുക്കുക, ജനദ്രോഹ നടപടികളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്കറിയാം വന്യജീവി ആക്രമണം ഒരിക്കലും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമല്ല എന്ന് നമുക്കറിയാം. അവിടെ ഒരിടത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ മുന്നേറ്റം പോലും രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് നമുക്കറിയാം. അത് അവരുടെ പ്രതിഷേധമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വന്യജീവി കടിച്ച് കീറി കൊന്ന് തൻ്റെ മുന്നിലിടുമ്പോൾ ഒരുത്തിനും ഉണ്ടാകുന്ന സഹജീവി സ്നേഹം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിനെയൊക്കെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന ഒരു അടിവരയിട്ട് സൂചിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല നടക്കുന്നത്. ഇത് CPM തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും പിടിക്കാനിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയൂ. ആ ഇന്റലിജൻസ് വൃത്തങ്ങൾ പോലും സൂചിപ്പിക്കുന്ന അതാണ്. ഈ ഒരു വിഷയം കത്തിക്കയറി നിൽക്കുമ്പോൾ തന്നെയുമല്ല, PV അൻവർ ഇപ്പോൾ ഒരു മലയോര മേഖലയിലെ രക്ഷകനായി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴും PV അൻവർ നയിക്കുന്ന അല്ലെങ്കിൽ PV അൻവറിന് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് PV അൻവറിന് കൂടി നേട്ടമായി മാറും. അപ്പോൾ PV അൻവറിനെ UDF-ലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിന് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പുകൾക്ക് വകയില്ലാതെ പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് ദോഷകരമായി ബാധിക്കുന്ന CPM-നെ തന്നെയാണ്. ഇതിനിടയിൽ CPM പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയും കേന്ദ്ര വനവകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള വെറുതെ ഒരു ശ്രമത്തിലാണ് സത്യത്തിൽ CPM ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിനെ പലതരത്തിലും പ്രതിരോധിക്കുകയാണ്. അതായത് ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഈ വന്യജീവി അക്രമങ്ങൾ തടയാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ CPM. എന്നാൽ ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധത്തെ പൊളിക്കുക എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സർക്കാരിനെതിരായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയ നീക്കം നടത്താൻ വേണ്ടിയിട്ട് VD സതീശൻ നോക്കുകയാണ്. അതായത് മലയോര പ്രചരണ ജാഥ ആരംഭിക്കുകയാണ് VD സതീശൻ. അപ്പോൾ മലയോര പ്രചരണ ജാഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും? അപ്പോൾ വന്യജീവി അക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. ഇതിൽ സർക്കാർ എടുത്ത നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. സർക്കാർ എന്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലപ്രദമായി ഒരു സൊല്യൂഷൻ എല്ലാ കാലത്തേക്കുമായി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി എന്തെന്ത് നടപടികളാണ് സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്ന് ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാർ എത്തും. എന്തെല്ലാം പദ്ധതികൾ അതിനു വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്, മൃഗങ്ങൾ ഇവിടേക്ക് എത്താതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെ എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്.
അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു UDF അനുകൂല തരംഗം ഉണ്ടാക്കാൻ, അത് മാത്രമല്ല ഈ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ജനദ്രോഹപരമായ മലയോര മേഖലകളിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ വിഭാഗം വോട്ടിനെ ഇത് തടയും. അവിടെ അങ്ങനെ വരുമ്പോൾ ഒരു UDF അനുകൂല കൺസോളിഡേഷൻ ഒരു ഈ വോട്ടിൻ്റെ കാര്യത്തിലുണ്ടാവും. അതോടുകൂടി CPM-ന് ഒരു മുൻതോൽവി എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു വീഴ്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഇത് പിന്നീട് വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ LDF-നെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.